അവതരിപ്പിക്കുന്നു പെപ്സോണം പൊന്നോണം ഓഫർ. പെപ്സ് ദി ഡ്രീം മേക്കേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ബുൾജെറ്റ് യൂട്യൂബിൽ ആദ്യമായി ഗയ്സ് എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഗതികേടുകൊണ്ടാണ്. ചേച്ചിയുടെ പുറകെ പോയേക്കാം. അല്ല, ക്യാമറയിൽ നിന്ന് വിട്ടുപോയാലോ? നിങ്ങൾ എന്താ വിളിക്കുന്നത്? ചേച്ചി ചേച്ചിന്ന് വിളിക്കാം. ഇനി വേറെ എന്തെങ്കിലും വിളിച്ച പ്രശ്നമാണല്ലോ. ചേച്ചിന്ന് വിളിച്ചാൽ അത്രയല്ലേ. അങ്ങനെ വിളിക്കാൻ പറ്റൂല, അവന്റെ ഭാര്യ വീട്ടിൽ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ വളരെ പ്രായം കുറവ്, 2000 മോഡൽ ആളാണ്. അനിയന് പ്രായം കയറി വരികയാണല്ലോ. അനിയനെ കൊണ്ട് കല്യാണം അനിയന് ഈ സീസണിലുള്ള കല്യാണം അത്ര ശരിയല്ല എന്നാണ് ഞങ്ങളുടെ പൂജാരി പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ വാസ്തു ഒക്കെ നോക്കുന്ന ആൾക്കാരാ. അതാകുമ്പോ ധനലാഭം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനത്തെ പെൺകുട്ടീനെ വേണമെന്നാണ് ആഗ്രഹം? ഇവന്റെ കയ്യിൽ ഒരു കമ്പി ഉള്ളത് കൊണ്ട് ഇവന് കമ്പിയുള്ള ഒരാളെ കിട്ടിയാൽ കൊള്ളാം. ആ സത്യമാണ്, ഇവന്റെ ഉള്ളിൽ കമ്പിയാ. 150 കോടിയുടെ വീട്. ഹോം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 ഹോമുണ്ട്. ഇതൊരു ഹോം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു. എല്ലാം അടക്കം. എല്ലാം അടക്കാം. പിന്നെ 32,000 രൂപയുള്ളൂ ഈ കാണുന്ന എമഹയുടെ റിസീവറിന്. പിന്നെ ഇതിന് 22,000 രൂപയുള്ളൂ ആ പ്രൊജക്ടിന്. ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും ചാത്തനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നൽകുന്ന സാധനം. ഇത് സ്ക്രീൻ തന്നെ, ഇത് ഒട്ടിച്ചെടുത്തേക്കുന്ന. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റിയ, ഇതെല്ലാം ഫുള്ള് ടഫ് ആൻഡ് ഗ്ലാസ് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇത് ഫുള്ള് സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. അതെ, സംഭവിച്ചല്ലേ. ഇത് നാട്ടുപ്രദേശം, നമ്മുടെ ഫാദർ മദർ അവരൊക്കെ വളരെ വിശ്വാസികളായതുകൊണ്ട് വാസ്തു നോക്കും. അങ്ങനെ വാസ്തു നോക്കിയപ്പോ ഇതിന്റെ ഉള്ളിൽ കുഴി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി പിടിച്ചതെന്ന് ഇങ്ങനെ കുറെ കിംബദന്തി ഇറങ്ങി. ഇത് ശരിക്കും 2400 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു. പക്ഷെ 3850 ആയി പോയി. ഞങ്ങൾ ലക്ഷറി ടാക്സ് ഒന്നും ഇല്ലാതെ വളരെ മിനിമലായിട്ട് പണിതാണ്. പിന്നെ അത് അങ്ങനെ പോയി. നമ്മുടെ ഇന്ത്യൻ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ചെരുപ്പിട്ട് പോലും വാഹനം ഓടിക്കാൻ പാടില്ല. ഞങ്ങൾ 3 പ്രാവശ്യം അതിന് ഫൈൻ അടച്ചിട്ടുണ്ട്. ചെരുപ്പിട്ട് വണ്ടി ഓടിച്ചത് അത് ഒഫൻസ് ആണ്. ലാസ്റ്റ് ആയിട്ട് ഒരു 4 ചക്ര വണ്ടി കയറുന്ന നമ്മുടെ വണ്ടിയാണ് ഈ സിക്കിമില്. അവിടെയുള്ള ലോക്കലായ ആൾക്കാരുടെ വണ്ടി മാത്രമേ കയറുള്ളൂ. ഞങ്ങൾ റിസ്ക് എടുത്ത് അവരുടെ പേരിൽ ഈ വണ്ടി എഴുതി കൊടുത്തിട്ട് അങ്ങനെ എത്തിയത്. ഇതിന് ശേഷം ഇപ്പൊ യാത്ര കഴിഞ്ഞ് ഒരു 6-7 മാസമായിട്ട് കൊണ്ട് ഇട്ടേക്കുവാണ്. ഉമ്മിലിങ്ങിലൊക്കെ പോയി വന്നത് അങ്ങനെ എടുക്കാറൊന്നുമില്ല. ഇത് ഇന്ദ്രജിത്ത്, അതായത് ഞങ്ങളുടെ വണ്ടി അന്ന് കേസിൽ പെട്ട് ഉള്ളിൽ പോയപ്പോ വണ്ടി കിട്ടാനായിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം കാലഘട്ടം എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. പിന്നെ ഞങ്ങളാക്കിയ ഈ ഒരു വാഹനം, അതായത് ഈ ഓമിനിയിലാണ് ഞങ്ങൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് ഞങ്ങളാക്കിയ വാഹനം. ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ചൈന വരെ പോയി നോക്കി. ചൈനയുടെ ബോർഡ് വരെ പോയതാണ്. 28,000 രൂപയ്ക്ക് മേടിച്ച് ഈ വണ്ടി വെച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ യാത്ര കുറെ നാൾ ഞങ്ങൾ കൊണ്ടുനടന്നതാണ്. പിന്നെ ഇപ്പൊ അവൻ സൈഡ് റിട്ടയർഡ് ആയി. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ഹോം ടൂറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് 4 വർഷം കൊണ്ട് ആയി വന്ന ഇൻട്രോ. അപ്പൊ നമ്മള് എല്ലാവരും കാത്തിരുന്ന ഈ ബുൾജെറ്റിന്റെ വീട് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. അല്ലെ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട് ഒരു ചാനല് ഞങ്ങളുടെ കൂടാതെ വരുന്നത്. ഞങ്ങൾ പിടിക്കുന്ന പരിമിതി ഉണ്ടാവല്ലോ, നിങ്ങളാകുമ്പോ അളവറ്റ എല്ലാ രീതിയിലും പിടിക്കൂലോ. 2-3 ക്യാമറ ഉപയോഗിച്ച് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മള് വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെ പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ വീഡിയോസ് ഒക്കെ. പക്ഷെ എനിക്ക് ആക്ച്വലി ഒരു വലിയ ഹോം ടൂർ തരണം. തീർച്ചയായും. കൊണ്ടുപോകും. അല്ല, ഹോം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഹോം, പുറത്തുണ്ട് ഉള്ളിലുണ്ട്. ഇതിനെ പറ്റി നമുക്ക് സംസാരിക്കാം, ഈ ഹോമിനെ പറ്റി. ഇപ്പൊ യാത്ര കഴിഞ്ഞ് ഒരു 6-7 മാസമായിട്ട് കൊണ്ട് ഇട്ടേക്കുവാണ്. ലാസ്റ്റ് ഉമ്മിലിങ്ങിലൊക്കെ പോയി വന്നത് അങ്ങനെ എടുക്കാറൊന്നുമില്ല. ഇതിന്റെ ഉള്ളൊക്കെ ഇപ്പൊ മൊത്തം പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുക. ഇതിപ്പം ഇതുണ്ടോ, പുളിയും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുവാണ്. ഇതിപ്പം കൊണ്ട് പണിതെടുക്കണം. അപ്പൊ ഇപ്പൊ മറ്റേ വണ്ടിയിൽ ഞങ്ങള് അമേരിക്കക്ക് വണ്ടി ഓടിച്ചോണ്ട് പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കലില്ല. അപ്പൊ ഇതിനിപ്പോ അടുത്ത പ്രാവശ്യം വന്നിട്ട് പണി, ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നശിച്ചു വന്നുകൊണ്ട് പണിയായിട്ട് വെക്കണം. അപ്പൊ ഇതൊരു വീട്. ഇത് ഇന്ദ്രജിത്തിന്റെ കയ്യിലാണ് ഈ വണ്ടി മേടിക്കണത്. അതായത് ഞങ്ങളുടെ വണ്ടി അന്ന് കേസിൽ പെട്ട് ഉള്ളിൽ പോയപ്പോ വണ്ടി കിട്ടാനായിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം കാലഘട്ടം എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. പിന്നെ ഞങ്ങളാക്കിയ ഈ ഒരു വാഹനം, അതായത് ഈ ഓമിനിയിലാണ് ഞങ്ങൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് ഞങ്ങളാക്കിയ വാഹനം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവനെ പിന്നെ കടത്താൻ വേണ്ടി ഒരു ഷെഡൊക്കെ പണിത് ഇവിടെ മൊത്തം സെറ്റപ്പ് ഒക്കെ പോവാ. ഇപ്പൊ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പൊ ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ചൈന വരെ പോയി നോക്കി. ചൈനയുടെ ബോർഡ് വരെ പോയതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഗിയറൊക്കെ പൊളിഞ്ഞു പോയി. അപ്പൊ ഇതുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ പോസിബിൾ അല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇത് മേടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അന്ന് കൊറോണ ടൈമിലാ. അപ്പം ഇന്ദ്രജിത്തിന്റെ വണ്ടി മാത്രം അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ
അപ്പൊ അതെടുത്തു. സത്യം പറഞ്ഞെങ്കിൽ ഒമ്മിനെയൊക്കെ എനിക്ക് പേടിയുണ്ട്, കാരണം ഈ പിള്ളേരെ പിടിക്കാൻ വരുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കും. പക്ഷെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടതും കുറെ ആൾക്കാർ ഉപജീവന മാർഗമൊക്കെയാണ് ഈ ഓമിനി എന്ന് പറഞ്ഞാൽ. ഉപജീവനമാണ് ഈ വണ്ടി. 28,000 രൂപയ്ക്ക് മേടിച്ചാ. 28,000 രൂപയ്ക്ക് മേടിച്ച് ഈ വണ്ടി വെച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത്. ഈ വണ്ടി കൊണ്ട് ഒരു ഞങ്ങൾ TT എന്ന് വിളിക്കുന്ന ഒരു ട്രാവലർ ഉണ്ട്, അതുണ്ടാക്കി. അതുകൊണ്ട് പോലീസുകാരും ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ വാഹനം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാം സമ്പാദിച്ചത്. ഇതെന്താണിത്? ഞാന് ഹോം ടൂറിന് പകരം ഞാൻ മറ്റേ ഔട്ട്ഫിറ്റിന് വേണ്ടി ചോദിക്കേണ്ടി വരും. ഇത് പഞ്ചാബികളുടെ ഒരു പ്രത്യേകതരം വളയാ. ഇത് അമൃത്സറിൽ പോയപ്പോ ഞാൻ 4 പ്രാവശ്യം അമൃത്സറിൽ പോയി, 4 പ്രാവശ്യം പല ടൈപ്പ് വളം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വാങ്ങിച്ചിട്ടാണ്. ഇതിന് രണ്ടും ഇതാണ്. ഒന്ന് സ്വയം സുരക്ഷ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ട്, അല്ല അങ്ങനെയല്ല അല്ല, അപ്പൊ അങ്ങനെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പിന്നെ അഴുക്കുകളൊന്നും അടിക്കില്ല എന്നുള്ളൊരു നോർത്ത് ഇന്ത്യൻ വിശ്വാസം. ഏകദേശം ഒരു 1/2 കിലോ വരും. ചേച്ചി ഇട്ട് നോക്കിയതാ, അല്ല കൈ പിടിച്ചൊന്ന് കേസ് വരും, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, കൈമുട്ടിനൊക്കെ അപ്പൊ അതാണ് ഈ വളയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീടിനകത്ത് പോവാം. പുറത്തത്തെ ഇവരുടെ വീട് ചേച്ചിക്ക് പുറത്ത് കൂടുതൽ താല്പര്യം അകമാണ്, കാരണം വെയിലടിക്കുന്നില്ലല്ലോ. മേക്കപ്പ് പോയാലോ പറയാൻ പാടില്ല, അതൊക്കെ നമ്മൾ BTS ആണ്. അപ്പൊ നമുക്ക് ഇനി അകത്ത് കയറാം. നല്ല വെയിലുണ്ട്. ഇത് ഫാദറിന് ഭയങ്കര താല്പര്യമാണ് ഈ പൂവ്, ഇതേപോലത്തെ സംഭവങ്ങള്, കിളികള്, കോഴി. ഇതിപ്പോ എത്ര വെയിലാണ് ഇവിടെ ചൂടടിക്കുന്നത്, നല്ല തണുപ്പല്ലേ. രണ്ട് കാര്യമുണ്ട്. അതെ, പിന്നെ അതുപോലെ നമ്മുടെ ഫാദറിന് ഭയങ്കര ഭ്രാന്ത ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരത്തെ ഇപ്പം അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ വണ്ടിയൊക്കെ ഓരോരുത്തർ ഓടിച്ചെടുത്തോണ്ട് വരുന്നത്. ഇതിപ്പോ ചേച്ചി നേരത്തെ ചോദിച്ചില്ലേ, അതായത് ഇതൊക്കെ എന്തിനാ കെട്ടിയെന്ന്. വാ ഇങ്ങോട്ടോ, റാംബോ റാംബോ ബാ 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 ബാ. ഇതാണ് ഞങ്ങളുടെ റാംബോ. അത് കാണിക്കണ്ട, അത് വേണ്ട. അല്ല അത് വേണ്ട, അല്ല കടിക്കൂല, കടിക്കണ്ട, ഞാൻ അടുത്തേക്ക് വരില്ല. ഹായ് റാംബോ. യെസ്, ഇവനാണ് ഞങ്ങളുടെ റാംബോ. അപ്പൊ ഇവന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ ആണ് ഇത് സംഭവങ്ങൾ, ഈ ഗേറ്റും സംഭവമൊക്കെ കെട്ടിയാക്കുന്നത്. അപ്പൊ പിന്നെ ഇവന് എപ്പോഴും റൂം തണുപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ വേണം, AC ഒക്കെ വേണം. അപ്പൊ അതിനെ അവനെ നോക്കിയേക്കാം. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി. ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ട്, അവനെ ചേച്ചിക്ക് പേടിയാ. പിന്നെ ഈ കാണുന്ന ഹായ്, യെസ്, സൈബീരിയൻ ഹസ്കിയാ. ഞങ്ങളുടെ യാത്ര കുറെ നാൾ ഞങ്ങൾ ഇറങ്ങിയതാ. പിന്നെ ഇപ്പൊ അവൻ സൈഡ് റിട്ടയർഡ് ആയി. ചേച്ചിക്ക് താല്പര്യം വീടിന്റെ ഉള്ളിൽ കയറാനാ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കമാൻ. യെസ്, കമാൻ. അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരാൻ വെൽക്കം അവർ ഹോം. ചേച്ചിനെ ചേച്ചിന്ന് വിളിക്കാം. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി വെച്ച് എല്ലാരും ചേച്ചി ചേച്ചിന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ടാണ് വിളിക്കുക. ഇനി വേറെ എന്തെങ്കിലും വിളിച്ച പ്രശ്നമാണല്ലോ, ചേച്ചിന്ന് വിളിച്ചാൽ അത്രയല്ലേ ആവുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് എല്ലാരും ചേച്ചി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മള് വീടിനകത്ത് കയറിക്കാണ് ഫൈനലി, ഇത്രയും സംസാരം കഴിഞ്ഞ് ഫൈനലി ആൻഡ് ക്വിക്കലി. ഓക്കെ, സോ നമ്മുടെ ഇതൊരു ചെറിയ ലിവിംഗ് ഏരിയ ആണ്. ഇതിനെ പറ്റി സംസാരിക്കുക. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ, ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാ നിർമ്മിച്ച. ഞങ്ങൾ ഇതിന്റെ അകത്തൊന്നും കൈ കടത്തിയൊന്നുമില്ല. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റിയ, ഇതെല്ലാം ഫുള്ള് ടഫ് ആൻഡ് ഗ്ലാസ് ആയിട്ടുള്ള സെറ്റപ്പാ. അവന്റെ ഒരു ഫ്യൂച്ചർ എന്താ പറയാ കണ്ടംപററി ഞങ്ങളുടെ ഈ ഏരിയയിൽ ഇത് വളരെ കുറവാണ്. നമ്മുടെ കാലാവസ്ഥക്ക് ഇത് അനുയോജ്യവുമല്ല. പെട്ടെന്ന് മെയിൻ്റെനൻസ് കൂടുതലാണ്. ഇത് JBL പാർട്ടി ബോക്സാ. എന്റെ അമ്മേ, ഇതൊക്കെ വെച്ച് നിങ്ങൾ പാട്ട് കേൾക്കും. ഇത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഭ്രാന്താ. സ്പീക്കർ, പാട്ട്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത് വണ്ടി, സ്പീക്കർ, ക്യാമറ സാധനങ്ങൾ മേടിക്കുക. ഇതാണ് മെയിൻ ആയിട്ട്
ഞങ്ങൾ പൈസ പോകുന്ന പരിപാടി. വേറെ ഒരു രീതിയിലുള്ള ദുശീലം ഞങ്ങൾക്കില്ല. അതെ, അത് എടുത്ത് പറയുവാണ്. അത് നമ്മളെ വീഡിയോസിൽ കാണാറുണ്ട്. വേറെ ഒരു തരത്തിലുള്ള ദുശീലം ഞങ്ങൾക്കില്ല. ഇല്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോ നമ്മൾ കയറി വരുമ്പോ തന്നെ നമുക്ക് ഒരു പ്രയർ റൂം കാണാം അല്ലെ? നിങ്ങൾ ശരിക്കും ഇവിടെ വരാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാരും വളരെ വിശ്വാസികളാണ്, പ്രത്യേകിച്ച് അപ്പൻ അമ്മ എല്ലാരും. ഞങ്ങൾ വന്നില്ലെങ്കിൽ അവര് വന്ന് പറഞ്ഞു. അതെ, എപ്പോഴും ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറില്ല. എല്ലാ സമയം ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെ റിസ്ക് ആയ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോകാൻ നേരത്ത് ഇവർക്ക് എപ്പോഴും ടെൻഷനാണ്. അപ്പൊ ആകെ നമുക്കും ഇപ്പം ചേച്ചിക്കായാലും ഞങ്ങൾക്ക് എല്ലാവരും ആകെ ആശ്രയരാ. ഫൈനലി നമ്മൾ ആരെയും വിളിക്കാം. അത് തന്നെ. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഒരു പഴയ ക്യാമറ പോലത്തെ, ഇത് പഴയ കാലത്ത് തന്നെ യാഷിക്ക എന്ന് പറഞ്ഞൊരു ക്യാമറ. ഇത് ഞാനൊരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒറിജിനൽ. ഇതിന്റെ അകത്ത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് ക്യാമറ ഇല്ലേ, യാഷിക്ക. ഇത് യാഷിക്ക എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. ഇനിയും കിട്ടിക്കഴിഞ്ഞ കുളിസീനായി. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഒരു ഞങ്ങളല്ലാതെ പുറത്തു നിന്ന് ഒരാൾക്കാര് വരുന്നതെന്നല്ല കാണിക്കുന്നത്. കാരണം ഞങ്ങൾ ഇത് പൊതുവെ അങ്ങനെ ആരെയും അങ്ങനെ കാണിക്കാറില്ല. സംബന്ധിച്ചാൽ കുറെ പരിപാടികളൊക്കെ തീരാനുണ്ട്. ഇപ്പോഴും എന്തോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബോക്സി വീടായതുകൊണ്ട് ഭയങ്കര പായലും പ്രശ്നങ്ങളൊക്കെയാ. അപ്പൊ അങ്ങനെ പായലും പ്രശ്നമായതുകൊണ്ട് ഇപ്പൊ സൺഷെയ്ഡും സംഭവങ്ങളും ഓരോന്നൊക്കെ അടിച്ചോണ്ടിരിക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചുട്ടാ, ഇവരുടെ ഹൈറ്റിനൊക്കെ തന്നെ സീലിംഗ് ഉണ്ട് ഇവിടെ. സീലിംഗ് എന്ന് പറഞ്ഞാല് ഇത് വാർപ്പേ തന്നെ ഉള്ള സംഭവമാണ്. ഇത് എക്സ്ട്രാ സീലിംഗ് അല്ല, ഇത് വാർപ്പേ തന്നെ ഇതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് കിച്ചു എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്ക് എന്നാണ് അവന്റെ കമ്പനിയുടെ പേര്. അപ്പൊ അവൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നാണ് ഇവിടെ. ഇത് കണ്ടോ, വീടല്ല പ്ലാന് അങ്ങനെ പറയരുത്. വീടിന്റെ പ്ലാൻ ഇതിന്റെ ഉള്ളിൽ ഇത് ഫുള്ള് സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂള് പണിയാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പുറകെ പോയേക്കാം. അല്ല, ക്യാമറ വിട്ടുപോയാലോ? പറഞ്ഞോ. സ്വിമ്മിംഗ് പൂള് പണിയാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പണിതില്ല. അതെന്ന് സംബന്ധിച്ചല്ലേ, നമ്മള് ഇത് നാട്ടിൻ പ്രദേശം, നമ്മുടെ ഫാദർ മദർ അവരൊക്കെ വളരെ വിശ്വാസികളായതുകൊണ്ട് വാസ്തു നോക്കും. അങ്ങനെ വാസ്തു നോക്കിയപ്പോ ഇതിന്റെ ഉള്ളില് കുഴി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി പിടിച്ചെന്ന് ഇങ്ങനെ വാസ്തു അപ്പൊ അങ്ങനെ വന്ന് വാസ്തു നോക്കുന്ന ആള് പറഞ്ഞപ്പം വളരെ ശക്തമായിട്ട് മൂടാൻ പറഞ്ഞു. ഇത് ശരിക്കും 2400 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു. പക്ഷെ 3600 3850 ആയി കുറെ പോയി ചേച്ചി. ലക്ഷറി ടാക്സ്, ഞങ്ങൾ ലക്ഷറി ടാക്സ് ഒന്നും ഇല്ലാതെ വളരെ മിനിമൽ ആയിട്ട് പണിതാ. പിന്നെ അത് അങ്ങനെ പോയി. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും അവിടെ ഒരു JBL സ്പീക്കർ ഉള്ളത് പോരാ, ഇവിടെ ഇഷ്ടം പോലെ വേറെ സ്പീക്കേഴ്സ്. ഇതെല്ലാം വട്ടല്ലേ, അതായത് ഇതൊക്കെ കുറെ കാശ് കളഞ്ഞ. ഇത് സ്വന്തമായിട്ട് പണിയിച്ചാണ്. ഇത് പിന്നെ ഈ TV മേടിച്ചപ്പോ ഇതിന്റെ കൂടുതൽ കിട്ടിയതാണ്. ഇത് TV ഇതിന് 14,000 രൂപ. അല്ല, സ്പീക്കറിനാണ് പൈസ. അല്ല, ഇത് യമഹയുടെ സാധനം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ പാട്ടിനോടും ഇതിനോടും. ഇത് CCTV ആണ്. ഇത് ഓഫാക്കി വെച്ചോ. അതാണ് നമ്മള് ആൾക്ക്, ഞാൻ ഇവിടെ കേറി വന്നപ്പോ തന്നെ എല്ലായിടത്തും CCTV ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വാഹനങ്ങളും മറ്റു സംഭവങ്ങളും അതും ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഇന്നത്തെ കാലമല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഒന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊരു വന്നപ്പോ തന്നെ ഇവര് അറിഞ്ഞു. അല്ല, ഈ വീട് മൊത്തം ഇതിന്റെ എല്ലാ ആളുകളും സംഭവങ്ങളും മൊത്തം എല്ലാം ക്യാമറ. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഹോം ടൂർ ചെയ്യണത്. ഇത് കഴിഞ്ഞ് കള്ളന്മാര് കണ്ട പോലെ അവർക്ക് കയറാൻ പറ്റില്ല അല്ലേ? പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ ഈ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ. അത് ഓരോ ഫോട്ടോയുടെ പിന്നിലെ കഥകൾ പറയൂ. ഇത് ഞങ്ങൾ സിക്കിമില് ലാസ്റ്റ് ആയിട്ട് ഒരു 4 ചക്ര വണ്ടി കയറുന്ന നമ്മുടെ വണ്ടിയാണ് ഈ സിക്കിമില്. സ്ഥലത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അതായത് ചൈനയുടെ ഭാഗങ്ങൾ. ഇതിനുശേഷം ഇനിയിപ്പോ 4 ടയറുള്ള വാഹനങ്ങൾ, 4x4 അല്ലാത്ത വണ്ടികൾ ഇപ്പൊ സിക്കിമിന്റെ മേൽഭാഗങ്ങളിൽ ചൈനയുടെ ഭാഗത്തോട്ട്, അതായത് അവിടെയുള്ള ലോക്കലായ ആൾക്കാരുടെ വണ്ടി മാത്രമേ കയറുള്ളൂ. ഞങ്ങൾ റിസ്ക് എടുത്ത് അവരുടെ പേരിൽ ഈ വണ്ടി എഴുതി കൊടുത്തിട്ട് അങ്ങനെ ഏറ്റിയത്. ഇതിനുശേഷം ലോകത്തിലെ ഫ്രീസ് ആയിട്ടുള്ള ഹയസ്റ്റ് പാസിലുള്ള ഒരു ലേക്ക് ശ്വാസമൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു അവിടെ എന്ന് വെച്ചാൽ രാത്രി നമുക്ക് വണ്ടി ഓടിച്ചിറക്കാൻ പറ്റില്ല. ചൈനയുടെ ഭാഗങ്ങളായതുകൊണ്ട് ചില ഭാഗങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലത്.
നമ്മുടെ നെപ്പോളിയൻ. ഇത് ആദ്യത്തെ ഫോട്ടോ, അതെ, ഇത് രണ്ടാമത്തെ ഫോട്ടോ, ഇത് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ, ഇത് പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ. അതെ അതെ. അത് ഞാൻ മറ്റേ കല്യാണം ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മള് ഈ 2000 കോടി രൂപയുടെ കല്യാണം, പിന്നെന്തൊട്ട് 150 കോടിയുടെ വീട്. ഞാൻ അതിനുള്ള ഉത്തരം പറയാം. ചേച്ചി ബിഗ് ബോസ് പോയി അങ്ങനെ ചെയ്തു, ഇത് ഇങ്ങനെ ചെയ്തു ആൾക്കാർ കയറി നോക്കൂലേ? ഇൻസ്പിറേഷൻ ക്ലിക്ക് ഇപ്പത്തെ വീഡിയോ അത് മനസ്സിലായി. ഇപ്പൊ ഞങ്ങളുടെ ട്രിക്ക് മനസ്സിലായത്. ഓക്കെ, ഇതിപ്പോ കല്യാണ ഫോട്ടോ അല്ലെ? ഞാൻ കല്യാണത്തിന്റെ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ചു. അതായത് വധുവിനെ കാറ് നടക്കാണ്ട് ആളിറങ്ങി പോവാ പറയണം വധു, അയ്യോ അതുണ്ടല്ലേ. അതന്ന് അങ്ങനെ. പിന്നെ ഇത് ഫൈനലി ആ വാഹനം ഇങ്ങനെ ആക്കണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ നിയമപരമായ സംഭവങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ അലൗഡ് അല്ല ഒരു രീതിയിൽ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യൻ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് നമുക്ക് ചെരുപ്പിട്ട് പോലും വാഹനം ഓടിക്കാൻ പാടില്ല കേട്ടോ. അത് ഒഫൻസ് ആണ്. അതായത് അത് പരാതി, അതായത് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. അതിനുവേണ്ടി ഞങ്ങൾ 3 പ്രാവശ്യം അതിന് ഫൈൻ അടച്ചിട്ടുണ്ട്. കാശ്മീര്, പിന്നെ ചെരുപ്പിട്ട് വണ്ടി ഓടിച്ചത് മഹാരാഷ്ട്ര, ഹൈദരാബാദ്, അങ്ങനെ നമ്മുടെ ലോകരാജ്യത്ത് എവിടെയും ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നില്ല. ഷൂ ഇട്ട് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അപ്പം എന്റെ വണ്ടി പിടിച്ചപ്പോ ഇനി കേൾക്കൂ, എന്റെ വണ്ടി പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ ആൾക്കാരെല്ലാരും ചെരുപ്പിട്ട് വണ്ടി ഓടിക്കുന്നവരാണ്. അവർ ഓൾറെഡി തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്കിലും എന്നെ പോലെ ഞാൻ ഓൾറെഡി എന്റെ വണ്ടിയിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് ഫൈനൊക്കെ അടയ്ക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ അത് പിന്നെ അങ്ങനെ ആയിപ്പോയി. അപ്പൊ അന്നും ഈ തെറ്റ് ചെയ്യുന്നവരാണ് വീണ്ടും മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മളെ ക്രൂശ് കയറി. യെസ്, ഇത് ഞങ്ങളുടെ കിച്ചൺ. ഞങ്ങൾ യാത്ര ഇത് നിസ്സാരമാണ് കേട്ടോ. ഇത് 1,20,000 കൊടുത്ത് ഞങ്ങൾ പണിതെടുത്താണ്. ഞങ്ങൾക്ക് മൊത്തം ഉണ്ടല്ലോ ഈ വീട് പണിയാൻ വേണ്ടി 45 ലക്ഷം സ്ഥലം അടക്കം ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റാൾക്കാരെ പോലെ ഇപ്പൊ ഒരു കടയിൽ ചെന്നിട്ട് അവര് പറയാണ് ഒരു പ്രോഡക്റ്റ് 45,000 രൂപ എന്ന് പറയുമ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് പേശി ബാർഗൈൻ ചെയ്ത് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നത്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വല്യപ്പന്മാര് വീട് പണിയുന്ന രീതി മനസ്സിലായില്ലേ? യെസ്, അതാണ്. അതെ, യെസ്, ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം മേടിച്ചാണ്. പിന്നെ ഇതാണ് നമ്മൾ കുക്കൊക്കെ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാരും കുക്ക് ചെയ്യും. പിന്നെ ഇതെന്ന് വെച്ചാലേ നമ്മൾ ഈ 3000 സ്ക്വയർ ഫീറ്റ് മേലോട്ട് കഴിഞ്ഞ ബയോഗ്യാസ് ആണ്. വീട് നമ്പർ കിട്ടൂല. നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ ബയോഗ്യാസിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അതിന്റെ അതുകൊണ്ട് ഇട്ടിട്ട് ഗ്യാസ് നല്ലതാട്ടോ. 1 മണിക്കൂർ നമുക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഇത് നമ്മള് മറ്റേ കറി പൗഡർ മറ്റേ സംഭവങ്ങളൊക്കെ ഇത് ഞങ്ങള് നോർത്ത് ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ. ഇത് മണത്ത് നോക്കി, ഇത് നോർത്ത് ഇന്ത്യൻ മസാല, ബ്ലാക്ക് സോൾട്ട് എന്ന് പറയും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതല്ല, ഇത് ഭാര്യയും അമ്മയും അപ്പനൊക്കെ കൂടി മേടിച്ചു. അതെ, ഇത് ഞങ്ങൾ ഈ പോയിട്ട് വരാൻ നേരത്ത് ചെറിയ പൈസക്ക് സാധനങ്ങൾ ഇടുമ്പോൾ അപ്പന് കൊണ്ടുവരുന്നത്. ഇതിനൊക്കെ 1200 രൂപ അത്രയൊക്കെ ഉള്ളു. യാഥാർത്ഥ്യ നമ്മൾ പറയില്ല, സത്യം. 1200 രൂപ അല്ല, ഇതിനുള്ളിലുള്ള കളർ വെള്ളത്തിന്. ഓക്കെ, അപ്പൊ ഇതാണ് കിച്ചൺ പടി. ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവര് പിന്നെ ഹാള് മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ വന്നു. ഇത് വന്ന് എല്ലാ വശത്തേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. വൈറസ് ആണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാ ടിവി കാണുക? ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ എന്റെ കൊച്ച് അവനൊരു വികൃതി കുട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ കണക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ വലിച്ചു പറിക്കും. അപ്പൊ അല്ല, അവന്റെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതൊന്നും ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം കണ്ടോ? ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവനെ പേടിച്ചിട്ട് ഇതൊക്കെ വാതിൽ വെച്ചാക്കുന്ന. ഇത് ഇൻവേർട്ടറാ. ഇതിന്റെ അകത്ത് ഇവൻ കേറും. അപ്പൊ അതിനും ഇതൊക്കെ വാതിൽ വെച്ചു. ആ ഏക മകൻ എല്ലാം നശിപ്പിച്ചു. വീട്ടിലൊരു കൊച്ചു ഇതൊക്കെ അങ്ങനെ വെച്ചാ അത് കണ്ടോ? ആ സംഭവമൊക്കെ അവനോട് ചാടും. പക്ഷെ അത് ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അത് നേരത്തെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോ ആക്ച്വലി നമ്മുടെ ഈ ഏരിയയിലല്ലേ വീഡിയോസ് ഒക്കെ ചെയ്യാറ്? ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ വീഡിയോ. അതെ, അത് ചെയ്തു. അത് എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഒരു സംഭവം പറയും. ഞങ്ങളുടെ പാസ്പോർട്ട് ക്യാൻസൽ ആയി. അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ നേരത്തെ പാസ്പോർട്ട് ഞങ്ങൾക്ക് കേസില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ജംബോ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പാസ്പോർട്ട് ക്യാൻസൽ ആയിപ്പോയി. ഞങ്ങൾക്ക് ഇനിയിപ്പോ കോടതിയിൽ ഓർഡർ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ. പിന്നെ ഈ ആക്സിഡന്റ് പറ്റി ഇവന്റെ കൈ ഉണ്ട്. ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആക്കുക. അപ്പം ഇതും ഒരു വിഷയമായി. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ സ്റ്റക്കാണ്.
അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ സന്തോഷിക്കുമല്ല, വേറെ ഇപ്പൊ ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഓരോ സംഭവങ്ങൾ. അതായത് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്. ഇത് ഇവിടെയാണ് ഞങ്ങള് വന്ന് താമസിച്ച് 10-30 വർഷത്തോളം അപ്പനും അമ്മയൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇവിടുന്നാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ വീട് വെക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ ഓരോ വണ്ടികൾ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി. അതിന് ശേഷമുള്ള വാഹനങ്ങളാണ് ഇത് ഓമിനി. അതിന് ശേഷം ഇത്, പിന്നെ ഇത് ഞങ്ങളുടെ വാഹന കളക്ഷനൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത വണ്ടികളൊക്കെ വേറെ കുറേ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങള് ആദ്യമായിട്ട് ഇവിടുന്ന് ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായിട്ട് കർണാടക കഴിഞ്ഞ ഒരു സംസ്ഥാനം തുടങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങളാ ആ സമയത്ത്. പിന്നെ ഇതൊക്കെ അന്ന് റിവേഴ്സ് ഗിയറും സെക്കൻഡ് ഗിയറും ഒന്നും ഇല്ലാതെ ഞങ്ങള് മറ്റേ ഇവിടെ മണാലിന്ന് മറ്റേ പാസിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് തന്നെ, ആ പാസ് പോയ സ്ഥലങ്ങളൊക്കെയാണ് അത്. പിന്നെ ഇതാണ് ആ വണ്ടി മഞ്ഞത്ത് കുളിച്ച് കിടക്കുന്നത്. വൈപ്പറില്ലാണ്ട് ഞങ്ങൾ കയറ് കെട്ടി വൈപ്പറില്ലാണ്ട് കയറ് കെട്ടി അടിച്ച് അങ്ങനെയൊക്കെ ഓടി വണ്ടി. ഇത് പിന്നെ ബാലി പോയത്. ഇത് പിന്നെ കംബോഡിയയിൽ ഒരു പള്ളിക്കുള്ളിൽ പോയപ്പോ എടുത്ത ഫോട്ടോയാണ്. അതൊരു പള്ളി, ഒരു ബ്രിട്ടീഷുകാർ പോയപ്പോ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളി, അതിന്റെ സംഭവങ്ങള്. പിന്നെ ഇത് ഞങ്ങൾ ആദ്യത്തെ ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുള്ളി ഫോട്ടോഷൂട്ട് നടത്തി ഞങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ ഇതാണ് ആദ്യത്തെ യാത്രയിൽ കിടക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഞങ്ങൾ ചെയ്തല്ല, എന്റെ ഭാര്യ അഭിരാമി ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ ഇതില്ല. ഇവള് മര്യാദയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടി വാൾപേപ്പർ മേടിച്ച ഞങ്ങൾ തോന്നിയ പോലെ ഒട്ടിച്ചു. ഇതാണ് ഞങ്ങളുടെ കുട്ടി മൈക്കിൾ. ഇപ്പൊ ഉറങ്ങുവാണ്, എനിക്കായിരുന്നു കൊണ്ടുവരാൻ. ഭയങ്കര ഉറക്കമാണ്, ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. ഞാൻ വേറൊരു കാര്യം, ഇവിടെ ഇത്രയും വലിയ ജനാല ഇത് എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എന്റെ കൂട്ടുകാരൻ കിച്ചു. അപ്പൊ അവന്റെ ഡിസൈനിലാണ് ഈ സംഭവം വന്നത്. ഇത് ഫുൾ ഈ വീടിന് മൊത്തം 8.5 ലക്ഷം രൂപയുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, ടഫൻ ഗ്ലാസ്. ഇത് മൊത്തം ടഫൻ ഗ്ലാസ്സാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇരിക്കാൻ നേരത്തെ എന്ത് കിട്ടണം, ഇവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ കിട്ടണം. പിന്നെ അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ട് അടുത്ത് വല്ല ക്യാമറയിൽ നകന്നു പോകുമ്പോ അതായത് അങ്ങനെയുള്ള ഒന്നും ആവില്ല. ടഫനാ. നമ്മളിപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളില് ഞങ്ങളുടെ പ്രാന്ത് മൊത്തം ഉണ്ട്. വാ, അത് ഞാൻ പറഞ്ഞില്ല, മറ്റേ നമ്മുടെ റസാക്ക മൊത്തം പുള്ളിക്കാരന്റെ ഐഡിയ ഇത് മൊത്തം. നമ്മൾ ഇത് വരച്ചതും ഇത് പണിതും ആൾക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഓവർ ചോദിക്കില്ല, പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇത്. ഇനി എന്റെ പുറകെ വരുന്ന ആരാന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇതാണ് എന്റെ കൂട്ടുകാരൻ സെബിൻ. ഇനി ഞങ്ങളുടെ യാത്രയിൽ ഇവൻ കൂടുതലുണ്ടാവും. എന്റെ ബാല്യകാല സുഹൃത്താണ്. അവൻ വീട്ടിലായിരുന്നു. അല്ല അങ്ങനെയല്ലേ? ഞങ്ങള് സ്വന്തം പണിത് ഞങ്ങൾ തിയേറ്റർ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ഭയങ്കര പൈസ കൂടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ സംഭവമായിരുന്നു. പക്ഷെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു. 1.25 ലക്ഷം രൂപയ്ക്ക് ഹോൾ തിയേറ്റർ, സ്പീക്കർ എല്ലാം അടക്കാം. അതായത് ഇത് പിന്നെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നൊരു പിന്നെ മറ്റേ എക്കോ ഇത് കട്ട് ചെയ്യുന്ന ഫോം, അത് മൊത്തം ഒട്ടിച്ചു. പിന്നെ 32,000 രൂപ ഉള്ളൂ ഈ കാണുന്ന യമഹയുടെ റിസീവറിന്. അത് 32,000 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും 5.1. അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ എല്ലാം കിട്ടും. പിന്നെ ഇതിന് 22,000 രൂപ ആ പ്രോജക്റ്റിന്. ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും ചാത്തനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നൽകുന്ന സാധനം. സ്ക്രീൻ ഒട്ടിച്ചാക്കുന്നല്ലേ? ഇതൊരു ഒട്ടിച്ചാക്കുന്ന ഒരു സാധനം. സ്ക്രീൻ തന്നെ, ഇത് ഒട്ടിച്ചെടുത്താക്കുന്ന. ഓക്കേ, ഞാൻ പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കില്ലേ വീട്ടിലേക്ക് തിയേറ്റർ വേണം, പക്ഷെ ഇത് 1.25 ലക്ഷം രൂപയ്ക്ക് ഇവരിത് ചെയ്തെടുത്തു. സ്വന്തം ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്ന് താല്പര്യം നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കേസുള്ളൂ. ഇപ്പൊ ആ AC ഒക്കെ ബിസ്മിന്ന് 26,000 രൂപയ്ക്ക് മേടിച്ചാ 1.5 ടൺ. അത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂല്. തീർച്ചയായും കളിക്കാം. ഞാൻ മൂത്ത് നിൽക്കുക, വേഗം പറ. അപ്പൊ നമ്മുടെ ഈ ബുൾജെറ്റ് യൂട്യൂബിൽ ആദ്യമായി വിജയുടെ ഒരു പാട്ടിന് ഡാൻസ് കളിക്കണം. ഞാൻ കളിക്കൂല, ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലെ കളിക്കുള്ളൂ. ഇല്ല, വില പോവും. ഞങ്ങൾ പാട്ടിട്ടൊന്നില്ലേ, ഡാൻസ് കളിച്ചോളെ. ഇല്ല, ഇച്ചിരി തലക്കനുള്ള ആൾക്കാരാണ്. അപ്പൊ 2 സ്റ്റെപ്പ്.
അത് 10 പ്രാവശ്യം കളിച്ചിരിക്കണേ. നാണോ ചേച്ചി? അതുകൊണ്ടാ. വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. 27 വയസ്സുണ്ട്. ഞാൻ ഈ ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ഒക്കെ ഒപ്പമുള്ള ഏജ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ വളരെ പ്രായം കുറവ്. 2000 മോഡൽ ആളാണ്. അതായത് 24 ഏജേ ഉള്ളൂ. അപ്പൊ എന്നെ ചേച്ചി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ നിക്കട്ടെ, എനിക്ക് വേറെ കാണിച്ചു വെക്കാണ്ട്. എന്റെ വയസ്സ് എന്റെ പ്രായം അതൊക്കെ അനിയന് പ്രായം കയറി വരികയാണല്ലോ. അനിയനെ കൊണ്ട് കല്യാണം അനിയന് അടുത്ത സീസണിൽ കല്യാണം കഴിയും. ഈ സീസൺ അത്ര ശരിയല്ല. ഈ സീസണിലുള്ള കല്യാണം അത്ര ശരിയല്ല എന്നാണ് ഞങ്ങളുടെ പൂജാരി പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങള് വാസ്തുവൊക്കെ നോക്കുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ അതെ, അതുകൊണ്ട് അടുത്ത സീസണാണ് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവന് പറ്റിയ വധു അടുത്ത സീസണിലാണ് വരിക. അതാകുമ്പോ ധനലാഭം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സത്യം ഞങ്ങൾ സിംഗിളാ എന്ന് വിചാരിച്ച് ഡബിൾ ആകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല പറയട്ടെ, അതായത് ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സംഭവങ്ങളൊക്കെ നോക്കും. അപ്പൊ ഇവന്റെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നില്ല അടുത്ത സീസണിലാണ് ഇവന്റെ കല്യാണം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇവന് പറ്റിയ വധു. അതായത് കലഹമില്ലാതെ നല്ലൊരു കാമിനീനെ കിട്ടുള്ളൂ. ഞാൻ സീസൺ നോക്കി. അത് സത്യം. നിങ്ങൾ നോക്കൂല? ഞാൻ നോക്കിയിട്ടില്ല. സിംഗിൾ ആണ്. അപ്പൊ എങ്ങനത്തെ പെൺകുട്ടീനെ വേണമെന്നാണ് ആഗ്രഹം? ഇവന്റെ കയ്യിൽ ഒരു കമ്പി ഉള്ളത് കൊണ്ട് ഇവന് കമ്പിയുള്ള ഒരാളെ കിട്ടിയാൽ കൊള്ളാം. ആ സത്യം, ഇവന്റെ ഉള്ളിൽ കമ്പിയാ. നമ്മള് 1 മാസം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം കയ്യില് ഇപ്പൊ ഉള്ളിൽ കമ്പി ഉണ്ടാവും. 7 സ്ക്രൂ. തൊട്ടൊന്നും നോക്കണ്ട, അത് പൂച്ചയല്ല. കൈയിന്റെ 2 വിരലിന് ഈ വിരല് പൊങ്ങൂല. ഇവന് പൊങ്ങൂല ഇപ്പൊ, അതാണ് വിഷയം. അത് ശരി. ആക്സിഡന്റ് ഭയങ്കര ഒരു ബാക്കി ആർക്കും വേറെ പ്രശ്നങ്ങൾ. അപ്പന്റെ ഇവിടെ ഒരു മറ്റേ വടിവാള് വാസുവിനെ പോലെ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു 10-14 സ്റ്റിച്ച് ഉണ്ട്. മമ്മിയുടെ പല്ല് പോയി. പിന്നെ ആരാ എന്റെ അമ്മ, ഇതാരാന്നറിയാവോ നിങ്ങക്ക്? ഇതാണ് മൈക്കിള്. അതെ, മൈക്കിള്. ഇതാണ് ഞങ്ങളുടെ ഏക പുത്രനാണ് മൈക്കിള്. ഇതാരാ മോനെ? ഈ ചേച്ചി ഏതാ? ഇല്ല, അവൻ കാണാൻ സാധ്യതയില്ല, കാർട്ടൂൺ ചാനൽ ഇല്ലല്ലോ. തീർച്ചയായിട്ടും പറയാണ് ഞങ്ങൾ ഇന്ന് ഞാൻ പറയാം ചേച്ചി, അതല്ല സംഭവമില്ല, ഡാൻസ് അല്ല. ഇന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇന്ന് ഞങ്ങൾക്ക് നല്ല ദിവസമല്ല ഡാൻസ് കളിക്കുന്നത്. ഞങ്ങളുടെ കാലുകൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഡാൻസ് കാണാം. ഞാനാണ് ഇനി ആങ്കർ ചെയ്യുന്നത്. ചേച്ചി കളിക്കുകയോ മൊത്തം ഓഫാക്കി ഞെക്ക്. ഞങ്ങൾ ഡാൻസ് കളിക്കണം. ചേച്ചിയോ? എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഗതികേടുകൊണ്ടാണ്. അല്ല, ഞാൻ ഡാൻസ് കളിക്കൂലായിരുന്നു. അത് ഞങ്ങളെ ഇങ്ങനെ വീട്ടിൽ ഞങ്ങളെല്ലാം വെറുതെ ഇരിക്കുമല്ലോ. പാസ്പോർട്ട് ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. പിന്നെ ചേച്ചി കഴിഞ്ഞ 5 കൊല്ലമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ലോകത്ത് ഞങ്ങളുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും പോയി. ഇനി പോകാൻ സ്ഥലമില്ല. ഇനി ക്യാമറ കൊണ്ട് തന്നെ അവർ എന്നെ ആട്ടിപ്പായിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഫ്രീ ടൈമില് ഡാൻസ് കളിക്കാം. അവൻ ആര് പറഞ്ഞു? ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വണ്ടി മേഖലയാണല്ലോ നമ്മുടെ ഇത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബാക്കി പത്രങ്ങൾ കിടപ്പുണ്ട്. കാണിച്ചു തരാം. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും. അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തു. ഇനി ബാക്കി ഇത്രയൊക്കെ ഈ കാണുന്ന ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കുറേ ഉണ്ടായിരുന്നു. അത് ഞങ്ങള് ഈ സാധനം മേടിച്ചില്ല. അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി തന്നു. ഞങ്ങൾ തിരക്കിട്ട പരിപാടിയാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തില്ല, ഓർത്തില്ല. ബട്ടൺ യൂട്യൂബിന്റെ കയ്യില് അല്ലേ? ഇനി എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളുടെ സിമ്പിൾ. കമാൻ, ഇതാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്ന വഴി. ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ, ഞങ്ങളുടെ ലോഗോ. ഇത് ഞാൻ, ഇത് ലിബിൻ, ഇത് ഞങ്ങളാക്കി ഞങ്ങളുടെ വണ്ടി. ഇത് ഈ വിളിച്ചിട്ട് ഇതിന് ട്രേഡ് മാർക്ക് ഒക്കെ ഉള്ള കേട്ടോ.
ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഒരു ഹോട്ടലിൽ നിന്ന് ഫീൽ കിട്ടുന്നില്ല. അങ്ങനെ തന്നെ പറയണം കേട്ടോ, അല്ലെ ബിരിയാണി ഞാൻ തരില്ല. ഫീൽ ഉണ്ട്. നോക്കിയേ ഫ്രണ്ടിലേക്കൊക്കെ നോക്കിയേ. ഇത് ഒരു റിസോർട്ട് ഫീൽ ഉണ്ട്. മതി 2 ചിക്കൻ, അത് കാല് ഉറപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ മേൽഭാഗ സംഭവങ്ങളൊക്കെ. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം. ചേച്ചി പിന്നെ എന്നെ വിചാരിച്ചേ? ഓ അല്ലല്ല, ഇത് വണ്ടി നമ്മൾ നേരത്തെ കണ്ട വണ്ടിയില്ലേ, അതിനെങ്ങനെ ചേർത്തിട്ടാക്കുന്ന ഈ സംഭവം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെയാണ് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് അവിടെയാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് കർണാടക. അത്രേ ഉള്ളൂ, എല്ലാം അടുത്തടുത്താ. ഞങ്ങക്ക് ബാംഗ്ലൂരിന് 200 സംതിങ് കിലോമീറ്റർ ഉള്ളൂ, എറണാകുളത്തിന് സെയിം ലേക്ക്. ദൂരണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ പറഞ്ഞു ഞാനേ, അതായത് നമ്മുടെ ഇപ്പൊ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പിന്നെ സംഭവിച്ചാൽ നമ്മള് ഒരു 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് അവിടെ കിടന്നുറങ്ങി, ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ വന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞൊരു 10 മണി ഒരു 20 മിനിറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം നടന്നത്. അതായത് മഴ പെയ്ത് അന്നേ ദിവസം തന്നെ മനോരമ ന്യൂസൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ കുറെ അപകടം, ചവിട്ടിപ്പ് വണ്ടി തെന്നിപ്പോയതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ എത്ര കൊലകൊമ്പനാണ്, എത്ര വലിയ ഡ്രൈവറാണ്, ലോകത്ത് എവിടെ ഓടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ലോകത്തിലെ എല്ലാ പാസുകളും ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വിധിച്ചിട്ടുള്ളതാണ് അത് കിട്ടുക. അത് അന്ന് അങ്ങനെ ചവിട്ടി തെന്നിപ്പോയി വണ്ടി ഇടിച്ചു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്നാ സംഭവം എന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു കെർബ് റോഡാണ്, 2 വണ്ടി ഫ്രണ്ടിലാണ് വന്നത്. അപ്പൊ എബിന് ഓർത്ത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ആ വണ്ടി നേരെ ഇപ്പുറത്തോട്ട് അറ്റാക്ക് വിട്ടു. അപ്പൊ എബിൻ ചവിട്ടി കൂട്ടിയിട്ട് ഇപ്പുറത്തോട്ട് വിട്ടു. ഞാൻ ചവിട്ടി നിന്നു, പക്ഷെ അപ്പത്തേക്ക് എല്ലാം കഴിഞ്ഞു പോയി. ഇത് അടിച്ച് തൂങ്ങിപ്പോയത് കൈ പൊട്ടി. അല്ല അത് കഴിഞ്ഞ പാടെ പാസ്പോർട്ട് പോയല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സമയം ഇപ്പൊ ശരിയല്ല. നല്ല കാരണം എന്നിട്ട് അതിനുള്ള പ്രക്രിയകൾ ചെയ്യേണ്ടി വരും. നമ്മുടെ മറ്റേ സിപ്പ് ലൈനിന് ആ ഇംഗ്ലീഷ് വേർഡ് ഭയങ്കര ട്രോള് കിട്ടിയായിരുന്നു. അത് മലപ്പുറം ചെയ്താണ്. അത് സായിപ്പിനെ തെറി വിളിച്ച് ഇതൊക്കെ ഇതായി. ഇത് സംഭവം ഞങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് അമേരിക്ക വണ്ടി ഓടിക്കും. അപ്പം ഈ ചൈനയില് പിന്നെ ഞങ്ങളുടെ വിസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. അത് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അപ്പൊ എന്നെ സമയത്ത് അത്രയും ദിവസം അവിടെ നിൽക്കുന്നത് 6 ദിവസം നമുക്ക് അവിടെ ടെൻഷൻ ആയിരുന്നു ഭയങ്കര. അപ്പം പിന്നെ ഈ കണ്ടന്റ് ഇടായിരുന്നു കഴിഞ്ഞാൽ ചാനൽ ഡൗൺ ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു കണ്ടന്റ് എടുക്കാൻ പോയത്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളത്തിൽ പോയപ്പോൾ എന്റെ കൂട്ടുകാരനെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇതിൽ വിചാരിച്ചല്ല, ഞാൻ വായിച്ചു 4 പേര്, ഞാനൊരു രീതി വായിച്ചു. എന്നാ പിന്നെ വായിച്ച് ഞാൻ തെറ്റി അടുത്തൊന്നും പറഞ്ഞു തരണ്ടേ, അവനും പറഞ്ഞു തന്നില്ല. ആ 4 പേരുണ്ട്, അവര് പറയണ്ടേ. പിന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ചേട്ടനാണ്, അപ്പൊ ചേട്ടൻ പറയുന്നതാണ് കാര്യം. അല്ല കേക്ക്, എന്നിട്ട് ഞാനത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ അങ്ങനെ അബദ്ധമാണ് നമ്മൾ ഇടുവോ, സ്വന്തം കുഴി ആരെങ്കിലും തോണ്ടുവോ? അപ്പൊ ഞാനത് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഒരു വെള്ളത്തിന്റെ അത് ഞാൻ പൊങ്ങി വരുവാ. ഞാനിത് വായിക്കുക, എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ട് ഞാനിത് എന്തായാലും ഇംഗ്ലീഷ് ഭാഷയൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത. അപ്പൊ ഞാൻ പറഞ്ഞത് അടിപൊളിയാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ദിവസം പറഞ്ഞു എല്ലാരും എടുത്ത് അലക്കുവാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, അതങ്ങ് നടന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു സായിപ്പ് ഞങ്ങള് ഗ്രീസിൽ പോകാൻ നേരത്ത് ഇത് പോകുന്ന നേരത്ത് എവിടുന്നാ വന്നതെന്ന് ചോദിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വൃത്തിയായിട്ടൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അറിയാതെ എന്റെ വായിന്ന് കുറച്ച് തെറി വന്നുപോയി. അതും എടുത്ത ആൾക്കാർ അപ്പൊ അത് സ്വാഭാവിക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടാനുള്ള എല്ലാം കിട്ടും. ചേച്ചി കിട്ടിയില്ലേ? എനിക്ക് വേറെ തരത്തില്ല, നിങ്ങൾക്ക് വേറെ തരത്തില്ല, അത് എവിടെ പോയില്ല. അവതരിപ്പിക്കുന്നു പെപ്സ് ഓണം പൊന്നോണം ഓഫർ. പെപ്സ് ദി ഡ്രീം മേക്കർ.